വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് എമിറ്റി ഗാലി. ഇന്ന് നമുക്ക് മൺചട്ടിയിൽ നാടൻ രീതിയിൽ തക്കാളി കറി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ മൺചട്ടിയിൽ നമ്മൾ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം തന്നെ രണ്ട് അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ, ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെടുത്തേക്കുന്ന തക്കാളിയുടെ അളവിനനുസരിച്ച് സവാള ചേർത്ത് കൊടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് വലിപ്പമുള്ള തക്കാളിയല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സവാളയുടെ പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുഞ്ഞുള്ളിയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു 7-8 കുഞ്ഞുള്ളി ഈ സമയത്ത് അരിഞ്ഞതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റാണ്. അപ്പം സവാളയും തക്കാളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതേ നമുക്കിതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ഞെരടിയെടുക്കാം. അപ്പം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ നമ്മളൊന്ന് ഞെരടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്ന രീതിക്ക് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, എരിവിന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുള്ളി ഇല്ലാഞ്ഞത് കൊണ്ട് കുഞ്ഞുള്ളി എടുത്തില്ല, സവാള എടുത്തിട്ടുള്ളത്. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി തന്നെ എടുക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മളുടെ തക്കാളി കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ തക്കാളി വേവിച്ചിട്ടുള്ളത്. കളർ പോരായ്ക തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കടുക് താളിക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ച് ചേർക്കേണ്ടതാണ്. നമ്മളുടെ തക്കാളി തന്നെ അത്യാവശ്യം നല്ല ചുവപ്പ് നിറം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് കളറിന് വേണ്ടി മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ മിക്സ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് പോരായ്കയുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തുള്ള തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. അപ്പം നമുക്കിത് വേവിച്ചിട്ട് കൊണ്ടുവരാം. അവസാനമായിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് കടുക് താളിച്ചൊഴിക്കുന്നുണ്ട്. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്ന് താളിച്ച് ചേർക്കുന്നത്. കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കടുക് താളിക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറുകി പോകും. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി തന്നെയാണ്. അപ്പം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊന്ന് കൂട്ടുകൂടാൻ മറന്നു പോകരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.